ഈ ഉറുമ്പിന് ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്ന പുളിയുറുമ്പ് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ സ്ലാങ്ങിൽ പറയുന്നത് നീറ് നിസർ. ഈ നിസർ എന്നൊക്കെ ഉള്ള പേര് ഹിന്ദിക്കാരൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കൊച്ചിനെടുത്തിട്ട് കളയും. നിസർ ബായ് എന്നൊക്കെ വിളിക്കാൻ. ഇവിടെ കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞില്ലേ, ആ പെണ്ണിന് ചെറുക്കനെക്കാട്ടി കളരമുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിന് പ്രായമുണ്ടെന്നോ പെണ്ണ് കിളവിയാണെന്നോ ഒന്നുമല്ല, പെണ്ണിന് ചെറുക്കനെക്കാട്ടി ഉയരമുണ്ട്. നമ്മൾ പത്തേറ്റ സ്ലാങ്ങിൽ മറ്റേ ആ പരസ്യം ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. കിളരം കൂടുന്തോറും ചായയുടെ കടുപ്പം കൂടും. ഈ മരത്തിനെ എന്തോ കിളരോ. ഇതിൻ്റെ ഇടയിൽ കൂടെ പോയൊരു ഐറ്റം ഉണ്ടായിരുന്നു, കാട്ടി. ശ്രദ്ധിച്ചായിരുന്നു? ചെറുക്കനെ കാട്ടി. കാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃഗത്തിന്റെ പേരാണ്. സാധാരണ അതിനെ കാട്ടുപോത്തിനെയാണ് നമ്മൾ കാട്ടി എന്ന്, അതിന്റെ ഒഫീഷ്യൽ നെയിമാണ് കാട്ടി. തൂമ്പ വെച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ പറയും, അയ്യത്ത് പോയി കിളക്കട തൂമ്പ എടുത്തെന്ന് പറയും. നമ്മുടെ നാട്ടിൽ ആരോഗ്യം പറ്റുന്നൊക്കെ ഉദ്ദേശത്തോടു കൂടി പറയാനാണ് പറയുന്നത്. ഇത് ഈ സാധനത്തിന് നമ്മൾ വടക്കൻ ജില്ലകളിലൊക്കെ പറയുന്നത് കൈക്കോട്ട്, പിന്നെ മൺവെട്ടി എന്നൊക്കെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് അയ്യത്ത് പോയി കിളയ്ക്കുന്ന ഒരു കാര്യം പറഞ്ഞു. അയ്യോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ പറമ്പ് അല്ലെങ്കിൽ ചിലയിടത്ത് തൊടി എന്നൊക്കെ പറയും. നമുക്കൊരു സ്ഥലം ഉണ്ടെങ്കിൽ, കൃഷി സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുമൊക്കെയുള്ള സ്ഥലത്ത് അയ്യോ എന്നാണ് നമ്മളിവിടെ പത്രത്തെ പറയുന്നത്. ഇദ്ദേഹമാണ് പിച്ചാത്തി. മറ്റു ജില്ലയിൽ അങ്ങനെ പല പേരാണ് പറയുന്നത്, കത്തി എന്നൊക്കെ പറയും. പിന്നെ നമ്മുടെ ഇവിടെ പ്രായമാര് പറയും ഇരുമ്പ്. അടുത്താണ് വെട്ടിരുമ്പ്. നമ്മുടെ ഇവിടെ വെട്ടിരുമ്പ്, വെട്ടോത്തി എന്നൊക്കെ പറയും. പിന്നെ ചില സ്ഥലത്ത് മടാളെന്നോ അങ്ങനെ എന്തൊക്കെയാണ് ഇതിന് പറയുന്നത്. വെട്ടി മുറിക്കാൻ, അതായത് കരിക്കൊക്കെ വെട്ടാനൊക്കെ കൊള്ളാം. അനത്തുക, ഈ വാക്ക് പലയിടത്തും പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ബിവറേജ് അടയ്ക്കാൻ നേരത്ത് നമ്മൾ വണ്ടി എടുത്ത് വെച്ച് അനത്ത് ട്രാഫിക്കിൽ കൂടെ പോവുക, മഴയൊന്നും നോക്കാതെ. അപ്പം നല്ല സ്പീഡിൽ പോയെന്ന അതിൻ്റെ മീനിങ് വരുന്നത്. ഇപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്ന സൈഡിലേക്ക് നിൽക്കുന്ന ആൾക്കാർ പറയും, അവന് നല്ല അനത്ത് കിട്ടാത്തതിൻ്റെ കുഴപ്പം, അതായത് അടി കിട്ടാത്തതിൻ്റെ കുഴപ്പം. അവിടെ ചെന്നപ്പോൾ സാധനം കിട്ടിയില്ല, ഒന്നാം തീയതി. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ചെറിയൊരു പനിക്കളുണ്ട് ഈ മഴയത്തൊക്കെ ഇല്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒരു ചുക്കാപ്പി അങ്ങ് അനത്തി കുടിക്കും, എന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങും. അവിടുത്തെ അനത്തിൻ്റെ മീനിങ് എന്താണെന്നറിയാം? കാപ്പി ഉണ്ടാക്കി കുടിക്കുക. അങ്ങനെ ഈ അനത്തിനെ 3 രീതിയിൽ നമ്മൾ യൂസ് ചെയ്യും. 3 അല്ല, ഇനി അത് കൂടുതലുണ്ടോന്ന് അറിയത്തില്ലേ. പത്തനംതിട്ടയിലെ ഇതിന് പറയുന്നത് വെള്ളയ്ക്ക. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നത്? അടുത്തത് ഓമയ്ക്ക, ചക്ക. ഇപ്പം നിങ്ങൾ പറയും ഒലയ്ക്ക. ഇത് തന്നെ ഞങ്ങളുടെ അവിടെയും പറയുന്നത്. കറിയാപ്പില, കരിവേപ്പില. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്, ഏത്തയ്ക്ക. അപ്പോൾ ചിലയിടത്ത് നേന്ത്രക്കായ എന്നൊക്കെ പറയും. പഴംപൊരി, വാഴയ്ക്കപ്പം, ഇതൊക്കെ ഉണ്ടാക്കാൻ കൊള്ളാം ഇവനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ. അല്ലാത്തപ്പോൾ ചിപ്സ് അറിയാമല്ലോ. ആത്തയ്ക്ക, ഇതാണ് ആത്തമരം. ഇതാണ് ആത്തമരത്തിലുണ്ടാകുന്ന ആത്തയ്ക്ക. ഈ മീനിൻ്റെ പേര് പരന്നിരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ അറിയപ്പെടുന്നത് ബ്ലേഡ് എന്നാണ്. പിന്നെ അടുത്തത് വെറൈറ്റി പേര, പടയപ്പ കിളി. പടയപ്പ കിളി കിളിമീൻ്റെ വർഗത്തിൽപ്പെട്ട മീനാണ്. ഇതിൻ്റെ പേരൊക്കെ എന്തുവാ നിങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യൂ.